യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം രണ്ട് മക്കളെയും നഷ്ടപ്പെട്ട് ഭാര്യയും നഷ്ടപ്പെട്ട് നിരാശയോടുകൂടെ നടന്നു പോകുന്നു. എങ്ങോട്ടെന്നില്ലാതെ എവിടെ എത്തും, എങ്ങോട്ട് പോകും എന്ന നിലക്ക് അതാ ദുഃഖത്തോടെ മനസ്സിന്റെ ഉള്ളിൽ തീരാത്ത ദുഃഖവുമായി പ്രയാസമായി നടന്നു പോകുന്ന യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിലേക്ക് ഒരു കടൽക്കരയിലേക്ക് എത്തുന്നു. അവിടെയാണെങ്കിൽ ഇതാ കപ്പലിലൂടെ ചരക്കുകളൊക്കെ നിറച്ചു നിൽക്കുന്ന കപ്പൽ, ആ കപ്പലിന്റെ കപ്പിത്താനും കുറച്ച് കൂട്ടിക്കാരും അവിടെ നിൽക്കുന്നു. ചോദിച്ചു, ഞാൻ നിങ്ങളോട് കൂടെ വരട്ടെ? എവിടത്തേക്കാണ്? എവിടെയൊന്നും അറിയില്ല, അങ്ങോട്ടേക്ക് എനിക്ക് എത്തണം. ഈ കടൽ കടന്ന് ഈ പുഴ കടന്ന് അങ്ങോട്ടേക്ക് എത്തണം. പറഞ്ഞു, നിങ്ങളെ ഞങ്ങൾ കൊണ്ടുപോകാം. അദ്ദേഹം പറഞ്ഞു, ഞാനൊരു പാവമാണ്, ഒരു മിസ്കീനാണ്. നിങ്ങളെ കൂടെ കപ്പലിന് കൂലി തരാൻ എന്റെ കയ്യിൽ ഒരു ദീനാറോ ദിർഹമോ ഇല്ല. എന്നെ ഫ്രീ ആയിട്ട് കൊണ്ടുപോകുമോ? കപ്പിത്താൻ ഇങ്ങനെ നോക്കി, ചുറ്റുവട്ടത്തുള്ള ആളുകൾ ചോദിച്ചു, അപരിചിതനായ മനുഷ്യനാണ്, പക്ഷേ കൊണ്ടുപോകാൻ പറ്റുമോ? ഇയാൾ എവിടെ നിന്നെങ്കിലും മോഷ്ടിച്ചു വന്ന ആളായിരിക്കുമോ? ഇങ്ങനെ പലതരത്തിലുള്ള സംശയങ്ങൾ കൂട്ടത്തിലുള്ള ആളുകൾ ഉന്നയിച്ചപ്പോൾ കപ്പിത്താനാകുന്ന ക്യാപ്റ്റൻ പറഞ്ഞു, ഇല്ല, ഇയാളെ മുഖം കാണുമ്പോൾ തന്നെ നല്ല പരിശുദ്ധനാണ്, ഇയാൾ ഒരു കള്ളനാകാൻ സാധ്യതയില്ല, ഇയാൾ ഒരു കൊള്ളക്കാരനാകാൻ സാധ്യതയില്ല, ഇയാളെ കൊണ്ടുപോകാം എന്ന് വിചാരിച്ച് സന്തോഷത്തോടെ കപ്പലിലൂടെ ഇദ്ദേഹത്തിന് കയറ്റുകയാ. അങ്ങനെ കപ്പല് അതിന്റെ ടൈമായി, കപ്പല് വിട്ടു. അങ്ങനെ കപ്പലിന്റെ ബാധ്യത കടലിന്റെ നടുക്കരയിലേക്ക് എത്തുമ്പോൾ കപ്പല് ഇങ്ങനെ വറക്കാൻ തുടങ്ങി. ഒരു ഭാഗത്ത് സുനാമി പോലെ കടൽ ക്ഷോഭം വന്നു എന്ന നിലക്ക് കപ്പൽ ഇങ്ങനെ വറക്കാൻ തുടങ്ങി. കപ്പിത്താൻ പറഞ്ഞു, എന്റെ നിയന്ത്രണം വിട്ടു, എന്ത് ചെയ്യും? ഈ കാണുന്ന കോടിക്കണക്കിന് രൂപയുടെ ചരക്കുകളുണ്ട്, അതുപോലെ തന്നെ ഇതാ ഒരുപാട് ആളുകളുണ്ട്. ഇനി നിങ്ങളുടെ ജീവൻ രക്ഷിക്കാൻ എന്നെ കൊണ്ട് സാധിക്കൂല. എന്റെ നിയന്ത്രണത്തിൽ നിന്ന് കപ്പല് ഇതാ കൈവിട്ടിരിക്കുക, എന്ത് ചെയ്യും? ആ സമയത്ത് പല ആളുകൾ പല അഭിപ്രായങ്ങൾ പറഞ്ഞു. അങ്ങനെ കപ്പിത്താനായ ആള് പറഞ്ഞു, എനിക്ക് തോന്നുന്നത് ഏതോ യജമാനിൽ നിന്ന് യജമാനന്റെ സമ്മതമില്ലാതെ ഒളിച്ചോടിയ ഏതോ ഒരു മനുഷ്യൻ ഇതിലുണ്ട്. അയാളെ കൂടി കപ്പലിൽ നിന്ന് താഴെ ഇട്ടാൽ വെള്ളത്തിലേക്ക് എറിഞ്ഞാൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും. അങ്ങനെ ആളുകളെല്ലാം പറഞ്ഞു. ബാക്കിയുള്ള ആളുകൾ പറഞ്ഞു, എന്നാൽ ആ മനുഷ്യൻ തന്നെ അപരിചിതനായ മനുഷ്യനാണല്ലോ, അദ്ദേഹത്തിന് നമുക്ക് പരിചയമില്ലല്ലോ, ഞങ്ങളൊക്കെ മാസങ്ങളും കൊല്ലങ്ങളുമായി നിങ്ങളെ ഈ കപ്പലിലൂടെ ഡ്യൂട്ടിക്കുള്ള ആളല്ല, ഞങ്ങളൊന്നും അങ്ങനെയുള്ള ആളല്ല. ആ സമയത്ത് കപ്പിത്താൻ പറഞ്ഞു, ഇല്ല, അയാളെ കണ്ടാൽ കടലിലേക്ക് വലിച്ചെറിയാൻ തോന്നൂല, ഇത്രയും പരിശുദ്ധനായ നല്ല ഒരു ബർക്കത്തുള്ള മുഖം വേറെ ആരുമില്ല. യൂനുസ് അലൈഹിസ്സലാം പറഞ്ഞു, ഞാൻ തന്നെയാണ്, ഞാൻ യജമാനിൽ നിന്ന് ഒളിച്ചോടുന്ന വ്യക്തിയാണ്. എന്തേ പറയാൻ കാരണം, ഞാൻ അല്ലാഹുവിന്റെ ഓർഡർ കിട്ടുന്നതിന് മുമ്പ് ഞാൻ കടലിൽ നിന്ന്, ഞാൻ എന്റെ നാട്ടിൽ നിന്ന് നീനവായിൽ നിന്ന് ഈ ജനങ്ങളോടുള്ള വെറുപ്പ് കൊണ്ട് ഞാൻ ഓടി വന്നതാണ്. അതുകൊണ്ട് എന്നെ കടലിലേക്ക് വിളിച്ചെറിഞ്ഞോളൂ. കപ്പിത്താൻ പറഞ്ഞു, ഇല്ല, നിങ്ങൾ ഇടാൻ ഞാൻ അനുവദിക്കൂല. കാരണം നിങ്ങളെ അക്കരയിലേക്ക് എത്തിക്കാൻ വേണ്ട ഒത്ത വാക്ക് തന്നിട്ട് ഞാൻ നിങ്ങളെ ഏറ്റെടുത്തതാണ്, അതുകൊണ്ട് വിടൂല, നിങ്ങളെ ഞാൻ ഇടാൻ സമ്മതിക്കൂല. അങ്ങനെ അവസാനം പലതും പറഞ്ഞു. എന്നിട്ട് അവസാനമായ ഒരു തീരുമാനത്തിനെത്തി. ഒരു നറുക്കെടുപ്പ് നടത്താം, എല്ലാവരുടെ പേരിട്ടിട്ട് ആരെ പേരാണ് ഈ ഇതിൽ പേര് വരുന്നത് അദ്ദേഹം അവരെ കടലിലേക്ക് വലിച്ചെറിഞ്ഞാൽ ഇതാ കടൽ ക്ഷോഭം നിൽക്കും, കപ്പൽ രക്ഷപ്പെടും, ചരക്ക് രക്ഷപ്പെടും, ജീവൻ രക്ഷപ്പെടും. ഒരു വട്ടമല്ല, രണ്ട് വട്ടമല്ല, മൂന്ന് വട്ടം നറുക്കെടുപ്പ് നടത്തിയപ്പോൾ മൂന്ന് വട്ടം വന്നത് യൂനുസിന്റെ പേര് തന്നെയാണ്. എന്ത് ചെയ്യാൻ നിർവാഹമില്ല, നിർവാഹമില്ല. യൂനുസ് ആണെങ്കിൽ അങ്ങോട്ട് കടലിലേക്ക് തുള്ളിപ്പോകാൻ തയ്യാറുമാണ്, ജീവനോട് ആഗ്രഹമില്ലാത്ത പോലെ. അങ്ങനെ എല്ലാവരും കൂടി അദ്ദേഹത്തിനോട് പറഞ്ഞു, ഞങ്ങൾ ക്ഷമിക്കണം, നിങ്ങളെ കടലിലേക്ക് വലിച്ചെറിയാൻ പോവുകയാണ്, അതുകൊണ്ട് ഞങ്ങളോട് വിചാരിക്കരുത് എന്ന നിലക്ക് അതാ അദ്ദേഹത്തിന്റെ കൊണ്ടുപോയി കടലിലേക്ക് വലിച്ചെറിയാൻ നോക്കുമ്പോ ഒരു ഭാഗത്ത് നോക്കുമ്പോ വലിയൊരു മത്സ്യം വന്ന് വാ പിളർന്നിങ്ങനെ നിൽക്കുകയാണ്. അവർ പറഞ്ഞു, ഇദ്ദേഹത്തിന് ഇവിടെ ഇട്ടാൽ ആ മീൻ വെളുകി ഇദ്ദേഹത്തിന്റെ ചുണ്ടുകളിൽ വേണ്ട. അങ്ങനെ മറ്റേ ഭാഗത്ത് പോയി അവിടെ പോയി നോക്കും, അതേ മനുഷ്യൻ കാത്തു നിൽക്കുന്നു. അങ്ങനെ 4 ഭാഗത്ത് ഡോറ് തുറന്ന് നോക്കുമ്പോഴും ഈ മനുഷ്യൻ ഇങ്ങനെ കാത്തു നിൽക്കുന്നു. യൂനുസ് നബി അലൈഹിസ്സലാം പറയുന്നു, എന്നെ കൊണ്ട് ചുമന്നു കൊണ്ടുപോകാൻ ഇതാ അള്ളാഹു ഏൽപ്പിച്ചതായിട്ട് നിങ്ങൾക്ക് ഒറ്റ തുള്ളലെന്ന് കടലിലേക്ക് തുള്ളുകയാ. അങ്ങനെ ആ മീൻ വാ പിളർന്നുകൊണ്ട് യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ വിഴുങ്ങിക്കളയുന്നു. ഇത് കേൾക്കുമ്പോൾ ഒരു പക്ഷേ നിങ്ങൾ നോവലാണെന്ന് വിചാരിക്കരുത്, ഇത് കള്ളക്കഥയാണെന്ന് വിചാരിക്കരുത്, ഖുർആനിലുള്ള കഥയാ, വിശ്വസിക്കുന്ന നിർബന്ധമാണ്. അങ്ങനെ ആ മനുഷ്യൻ എടുത്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യർക്ക് വഹി അറിയിച്ചു, സന്ദേശം അറിയിച്ചു കൊടുത്തു. ആ മനുഷ്യനെ തിന്നാനുള്ളതല്ല, അദ്ദേഹത്തിലേക്ക് നിന്റെ വയറ്റിൽ നല്ല സുന്ദരമായ നിനക്ക് താമസിക്കാൻ വ്യവസ്ഥ ചെയ്ത് എയർ കണ്ടീഷനോടുകൂടി എല്ലാ വ്യവസ്ഥകളും ചെയ്തുകൊണ്ട് അദ്ദേഹത്തിന് നിന്റെ വയറ്റിന്റെ ആമാശയത്തിൽ കാത്തു സൂക്ഷിക്കണം എന്റെ ഓർമ്മ വരുന്നവരെ. അങ്ങനെ യൂനുസ് അലൈഹിസ്സലാം ആകുന്ന ആ മനുഷ്യൻ വഴി നേരെ
കടലിന്റെ ഉള്ളിലേക്ക് ആഴമിട്ട് ഉള്ളിലേക്ക് ഇങ്ങനെ മനസ്സിനുള്ളിലേക്ക് പോയി. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുത്തതാണ്. അങ്ങനെ യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിലേക്ക് അങ്ങനെ എന്തോ ഇങ്ങനെ ശബ്ദങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ശബ്ദം കേൾക്കുന്നത്? അതാ ബഹുമാനപ്പെട്ട യൂനുസ് അലൈഹിസ്സലാമിലേക്ക് മനസ്സിലായി, ഇത് മത്സ്യങ്ങളും കടലിലുള്ള മറ്റു പ്രാണികളെല്ലാം ഇതാ അല്ലാഹുവിനെ തസ്ബീഹ് ചൊല്ലുകയാണ്. ആ സമയത്ത് യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാം ചൊല്ലി, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ഇത് ഖുർആനിലെ ചരിത്രത്തിൽ നിന്ന് പഠിക്കേണ്ട പോയിന്റാണ്. മനുഷ്യന് പ്രതിസന്ധി വരുന്നോ, പ്രയാസം വരുന്നോ, കഷ്ടം വരുന്നോ, പേടി വരുന്നോ, ബുദ്ധിമുട്ട് വരുന്നോ, രക്ഷപ്പെടാനുള്ള ഒരു ദിക്ർ, ഒരു ദുആ ഖുർആനിൽ പഠിപ്പിച്ചതാണ്. ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുന്തു മിനൽ ളാലിമീൻ. ദിവസങ്ങളോളം ചൊല്ലി. 3 ദിവസമാണെന്നുണ്ട്, 7 ദിവസമാണെന്നുണ്ട്, 40 ദിവസമാണെന്നുണ്ട്, അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. അങ്ങനെ ഏതായാലും അല്ലാഹുവിന്റെ ഓർമ്മയോടുകൂടെ ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അതാ അല്ലാഹുവിന്റെ പരീക്ഷണത്തിന്റെ കാലഘട്ടം കഴിഞ്ഞു. കടലിൽ നിന്ന് ആ മത്സ്യം കൊണ്ടുവന്ന് പുറത്തേക്ക് കൊണ്ടുവരിക, പുറത്തേക്ക് അങ്ങ് വലിച്ചൊഴിക്കുക. അങ്ങനെ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അതാ കടലിന്റെ ആ കരയിലുള്ള ഒരു മരച്ചുവട്ടിൽ താമസിക്കുന്നു. പിന്നീട് ആ നീരവക്കാരുടെ കഥയാണ് പിന്നീട് പറയുന്നത്. പിന്നീട് ഇതിന്റെ അപ്പുറം എന്തായി ഇടയിൽ നമുക്ക് പറയേണ്ടതുണ്ട്. എന്നാൽ നീരവക്കാരായ ആളുകൾ കാത്തു നിൽക്കുകയാണ്. യൂനുസ് എവിടെ, യൂനുസ് എവിടെ? 40 ദിവസം കൊണ്ട് അല്ലാഹുവിന്റെ ക്ഷോഭം വരുമെന്ന് പേടിപ്പിച്ചിട്ടാണ് പോയത്. അങ്ങനെ ദിവസങ്ങൾ ഇങ്ങനെ ഓരോന്ന് കടന്നുപോയി. ആളുകൾക്ക് ഇങ്ങനെ പേടിയിലാണ്, വെപ്രാളത്തിലാണ്, ബുദ്ധിമുട്ടിലാണ്. അങ്ങനെ 39ാമത്തെ ദിവസമായി. ആളുകൾ പറഞ്ഞു, ആ യൂനുസ് ആ കമ്പളി വസ്ത്രം ധരിച്ചുകൊണ്ട് മുഖംകൂടി നടക്കുന്ന ഒരു ഫക്കീർ ഉണ്ടായിരുന്നല്ലോ, ആ മനുഷ്യനെ കാണാനില്ലല്ലോ. അദ്ദേഹം 40 ദിവസമായി. 40 ദിവസത്തിനുള്ളിൽ നിങ്ങൾ കലാപം വരുമെന്ന് പറഞ്ഞല്ലോ, ഒന്നും കണ്ടില്ലല്ലോ. 39ാമത്തെ ദിവസമായി. 40ാമത്തെ ദിവസത്തിന്റെ രാത്രിയാകലോടുകൂടെ ആകാശം ഒന്നടങ്കം മേഘാവൃതമാവുകയാണ്. ആകാശത്തിലൂടെ എന്തോ ഒരു ക്രോധം വരുന്നത് പോലെ ഇതാ ആകാശത്തിൽ നിന്ന് വലിയ കാറ്റ്, ആകാശം കറുത്തിരുണ്ടു, വലിയ അദാബിന്റെ ശിക്ഷ ഇറങ്ങുന്നത് പോലെ ഒരു സിഗ്നൽ, ഒരു സൂചന നൽകിയതുപോലെ ആളുകൾക്ക് പേടിയായി. ഓരോ ആളുകൾ ഓടി മഹാരാജാവിന്റെ അടുക്കലേക്ക്, രാജാവിന്റെ അടുക്കലേക്ക് പോയിട്ട് പറഞ്ഞു, മഹാരാജാവേ, അപകടമാണ്, അപകടം വരാൻ പോവുകയാ. ഇതാ ആകാശം കാണുന്നില്ലേ, ഇന്നലെ ഉള്ളതുപോലെ തെളിഞ്ഞ ആകാശമല്ല, ഇനി എന്ത് സംഭവിക്കും എന്ന നിലക്ക് മഹാരാജാവിനോട് പോയിട്ട് പറയുന്നു. രാജാവ് പറഞ്ഞു, ഞാൻ എന്ത് ചെയ്യാനാണ്? ഞാൻ നിങ്ങളെ പോലത്തെ ഒരു മനുഷ്യനാണ്, ഞാൻ ദൈവമല്ലല്ലോ, അല്ലാഹുവിന്റെ ശിക്ഷയാണ് വരാൻ പോകുന്നത്. ആ സമയത്ത് കൂട്ടത്തിൽ നിന്ന് ഒരാൾ പറഞ്ഞു, മഹാരാജാവെ, നിങ്ങൾ കേൾക്കണോ കഥ? നമ്മുടെ നാട്ടിൽ നിന്ന് ഒരു മിസ്കീനായ, ഒരു പാവപ്പെട്ട ഒരു മനുഷ്യൻ, അതായത് ഒരു മിസ്കീൻ, നമ്മളോട് ദേഷ്യപ്പെട്ട ഒരു മനുഷ്യൻ പോയിട്ടുണ്ടല്ലോ, യൂനുസ് എന്ന് പറയുന്ന പേര്. ആ മനുഷ്യൻ 40 ദിവസത്തിൽ ഈ നാട്ടിലേക്ക് ശിക്ഷ വരുമെന്ന് പറഞ്ഞതാ. മഹാരാജാവ് പറഞ്ഞു, എന്നാൽ നിങ്ങൾ എന്നോട് പറയണ്ടേ, എനിക്കെന്റെ സൂചന തന്നില്ല. മഹാരാജാവ് പറഞ്ഞു, ഞങ്ങൾ അദ്ദേഹത്തിനെ കള്ളനാണെന്ന് വിചാരിച്ചു, ഞങ്ങൾ അദ്ദേഹം പറയുന്നത് വാക്കുകളാണെന്ന് വിചാരിച്ചു. അതുകൊണ്ട് മഹാരാജാവ് പറഞ്ഞു, എത്രയും പെട്ടെന്ന് ആ ചെറുപ്പക്കാരനെ തേടിപ്പിടിക്കണം, അന്വേഷിക്കണം, കൊണ്ടുവരണം. അങ്ങനെ മഹാരാജാവിന്റെ നിർദ്ദേശപ്രകാരം പട്ടാളക്കാർ 4 ഭാഗത്തേക്ക് ഓടി. നാടിന്റെ ഓരോ മുക്കുമൂലകൾ, ചെറ്റക്കുടിലുകൾ, മാളങ്ങൾ എല്ലാം പെറുക്കി പറിച്ചു, അന്വേഷിച്ചു. ഇല്ല, എവിടെയും ആ മനുഷ്യനെ കാണുന്നില്ല. നിരാശയോടെ മഹാരാജാവിനോട് വന്നിട്ട് പറഞ്ഞു, ആ മനുഷ്യനെ കാണാനില്ല, ഇനി എന്ത് ചെയ്യും? മഹാരാജാവ് ചോദിച്ചു, എന്താണ് ആ മനുഷ്യൻ പറഞ്ഞിരുന്നത്? ആ മനുഷ്യ സമയത്ത് പറഞ്ഞു, അല്ലാഹുവിനെ എല്ലാം നിങ്ങൾ ഇബാദത്ത് ചെയ്യരുത്, അല്ലാഹുവിന്റെ പ്രവാചകനാണ് ഞാൻ എന്ന് നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങൾ ദൈവത്തിനെ പൂജിക്കരുത്. വേറെ കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. എന്താണെന്നറിയോ മഹാരാജാവേ? അതായത് ഫലസ്തീനിൽ നിന്ന് 1000കണക്കിന് അടിമകളെ കൊണ്ടുവന്ന് ഞങ്ങൾ തുടക്കത്തിൽ പറഞ്ഞില്ലേ, യുദ്ധം ചെയ്തിട്ട് ആ പാവങ്ങളായ അതായത് നിരപരാധികളായ ആളുകളെ എത്രയും പെട്ടെന്ന് നിങ്ങൾ ഫലസ്തീനിലേക്ക് കൊണ്ടുപോകണം, അടിമത്തം മുതലുള്ളത് ഇതുകൂടി പറഞ്ഞിരുന്നു. ഇതൊക്കെ കേട്ടതോടുകൂടെ മഹാരാജാവ് പറഞ്ഞു, അദ്ദേഹം ഒരു സത്യദൂതൻ തന്നെയാണ്, ഇല്ലെങ്കിൽ അങ്ങനെ തന്നെ ന്യായം പറയൂല. അതുകൊണ്ട് ഇത്രയും പെട്ടെന്ന് അദ്ദേഹത്തിന് തരണം. എവിടെയും നാട്ടിൽ അന്വേഷിച്ച് തേടി കിട്ടിയില്ല. അവസാനമായി മഹാരാജാവും നാട്ടിലെ പ്രമാണികളും വലിയ വലിയ പൗരപ്രമുഖന്മാരായ ആളുകളെല്ലാം കൂടിക്കൊണ്ട് ഒരു തീരുമാനത്തിലെത്തി. ഇനി എന്ത് ചെയ്യാം? അദ്ദേഹത്തിന് കിട്ടൂലല്ലോ, എന്ത് ചെയ്യും? അവസാനം അവരെല്ലാവരും ഒരു തീരുമാനത്തിലെത്തുന്നു, നമ്മളെല്ലാവരും വിശാലമായ ഒരു മൈതാനിയിൽ പോകാം. ഒരു മൈതാനിയിൽ പോയിട്ട് അവിടെ പോയി അല്ലാഹുവിനോട് ഖേദിച്ചുകൊണ്ട് തൗബ ചെയ്ത് മടങ്ങിയിട്ട് റബ്ബിനോട് മനമൊരുങ്ങിക്കൊണ്ട് പ്രാർത്ഥിക്കാം. അങ്ങനെ അതിനെല്ലാവരും സമ്മതിച്ചു. കാരണം ഒരു ഭാഗത്ത് ആകാശത്ത് വലിയ ശിക്ഷകളെ കൊണ്ട് ഇറങ്ങാൻ പോവുകയാണ്, ഒരു ഭാഗത്ത് ചൂട് കാറ്റുകളെ കൊണ്ട് ജീവിക്കാൻ കഴിയാത്ത അവസ്ഥ, കൃഷിയിടങ്ങൾ മുഴുവനും നശിച്ചു പോകുന്ന സിഗ്നൽ. അങ്ങനെ മഹാരാജാവിന്റെ നിർദ്ദേശപ്രകാരം ആളുകൾ ഓരോന്നായി പാവപ്പെട്ടാണ്
നടക്കാൻ കഴിയാത്ത ആളുകൾ വേച്ച് നടന്നുകൊണ്ട് ഇതാ നേരെ മൈതാനിയിലേക്ക് പോയി. വിശാലമായ മൈതാനി. മഹാരാജാവിന്റെ നിർദ്ദേശം വന്നു, എല്ലാവരും പറയണം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ഇലാഹില്ല, യൂനുസ് അല്ലാഹുവിന്റെ പ്രവാചകനാണ് എന്ന് നമ്മൾ പറയണം. എല്ലാവരും പ്രഖ്യാപിച്ചു. എല്ലാവരും മനമൊരുക്കിക്കൊണ്ട് അല്ലാഹുവിനോട് മനമൊരുക്കിക്കൊണ്ട് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു. ആ പ്രാർത്ഥന മണിക്കൂറുകളോളം നീണ്ടുനിന്നു. വാതിരാസമയമാകുമ്പോൾ ഓരോരുത്തരുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് ധാരധാരയായി ഒഴുകാൻ തുടങ്ങി. ഇതിൽ രക്ഷപ്പെട്ടില്ലെങ്കിൽ ജീവനില്ല, ഭാര്യയില്ല, മക്കളില്ല, കുടുംബമില്ല, സ്വത്തില്ല, സകലവും നശിക്കാൻ പോവുകയാണ്. റബ്ബേ, നിനക്കല്ലാതെ രക്ഷപ്പെടുത്താൻ ഒരു ശക്തിക്കും സാധ്യമല്ല എന്ന ഉറച്ച തൗഹീദോടുകൂടെ ഈമാൻ ഉറപ്പിച്ചുകൊണ്ട് മഹാന്മാരായ ആ മനുഷ്യർ മുഴുവനും പ്രാർത്ഥിച്ചു. പ്രാർത്ഥന അല്ലാഹു സ്വീകരിച്ചു. ആകാശത്തിൽ നിന്ന് മേഘം ഇതാ അങ്ങ് നീങ്ങിപ്പോയി. അന്തരീക്ഷം ശുദ്ധമായി, അന്തരീക്ഷം നല്ല ക്ലിയറായി വന്നു. ആളുകളുടെ തൗബ സ്വീകരിച്ചതായി അവർക്ക് അറിയിപ്പ് കിട്ടി. സമാധാനമായി, സന്തോഷമായി അവരെല്ലാവരും വീട്ടിലേക്ക് മടങ്ങി. പിറ്റേ ദിവസം മഹാരാജാവ് അതാ ഒരു പ്രഖ്യാപനം നടത്തുകയാണ്. എവിടെയാണെങ്കിലും ആ മനുഷ്യരെ തേടി പിടിച്ചേ മതിയാവൂ. നമ്മുടെ നാട്ടിൽ നിന്ന് നമ്മളെ കാരണം കൊണ്ട് ദേഷ്യപ്പെട്ടു പോയ ആ പാവപ്പെട്ട മിസ്കീനായ മനുഷ്യരില്ലേ, അദ്ദേഹത്തിന് തേടി പിടിക്കാനാണ് ഇനിയുള്ള ബാക്കിയുള്ള ശ്രമം. അങ്ങനെ നാടുടനീളമല്ല, ചുറ്റുവട്ടത്തുള്ള നാടുകളിലേക്ക് മുഴുവനും പട്ടാളങ്ങളെ വിടുകയാണ് മഹാരാജാവ്. അങ്ങനെ പിന്നീട് എന്ത് സംഭവിക്കുന്നു, യൂനുസിന് എവിടെയാണ് കിട്ടുന്നത്, പിന്നീട് എന്താണ് പിന്നെ സംഭവിക്കുക, നമുക്ക് നാളെയുള്ള ദിവസങ്ങളിൽ അങ്ങോട്ട് വായിച്ച് 3 or 4 ദിവസങ്ങളുടെ ചരിത്രം നമുക്ക് അവസാനിപ്പിക്കാം.